ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വെറൈറ്റി ട്രൈ ചെയ്യാൻ പോണേ എന്താന്നല്ലേ? ബാ കാണിച്ചു തരാം. ഇതാണ് മക്കളെ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന റൊട്ടി. വെറും റൊട്ടിയല്ല, തന്തൂർ റൊട്ടി എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അൽ ഇഫ്തിക്കാർ ബേക്കറിലാണ്. ഇവിടുത്തെ വെറൈറ്റി റൊട്ടി ട്രൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മെനു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ചെറിയൊരു മെനു ആണ്. ഇവിടെ സ്പെഷ്യലായിട്ട് അഫ്ഗാനി റൊട്ടി, പാകിസ്ഥാനി റൊട്ടി, നോർമൽ ചപ്പാത്തി, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അഫ്ഗാനി റൊട്ടിയാണ്. തന്തൂരി ഓവനകത്ത് മേക്ക് ചെയ്യുന്ന ഈ റൊട്ടി എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഇവർ ഈ പ്ലേറ്റിൻ്റെ മുകളിലോട്ട് നല്ല തണുത്ത വെള്ളം ഒന്ന് തടവി കൊടുക്കും. അതിനുശേഷം നമ്മുടെ അഫ്ഗാൻ റൊട്ടിക്കുള്ള മാവ് പരത്തി ഇതിന് മുകളിലോട്ട് വെക്കും. ഇതിന് ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് എല്ലായിടത്തും എത്താൻ വേണ്ടിയാണ്. എന്നിട്ട് ഈ പ്ലെയിനിൻ്റെ മേലുള്ള പരത്തിയ മാവ് നമ്മുടെ തന്തൂർ ഓവനകത്തോട്ട് വെച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ അഫ്ഗാൻ റൊട്ടി മേക്ക് ചെയ്യുന്ന ഒരു രീതി. റൊട്ടി ഇത്തിരി വലുതാണേലും ഇതിൻ്റെ പ്രൈസ് വളരെ കുറവാണ്. വെറും 1 ദിർഹം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു പെരി അൽഫാം കൂടെ ഓർഡർ ചെയ്തു. പിന്നെ അതുമായിട്ട് നേരെ ഞാൻ ഫുഡ് കഴിക്കാൻ പറ്റും. നമ്മൾ മേടിച്ച അഫ്ഗാനി റൊട്ടി. നമ്മുടെ പിന്നെ അൽഫാമിൻ്റെ കൂടെ നമുക്ക് മയനൈസ് കറി ഉണ്ടായിരുന്നു, പിന്നെ സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള പെരി അൽഫാം ഉണ്ട്. പിന്നീട് നമ്മൾ യുദ്ധം ആരംഭിച്ചു. ഇത് കഴിക്കുന്നതിനൊരു രീതിയൊക്കെ ഉണ്ട്. ആദ്യമേ തന്നെ നമ്മൾ ആ റൊട്ടിയിൽ നിന്ന് ഒരു പീസ് കഷ്ണം എടുത്ത് നമ്മുടെ ചിക്കൻ കറിക്കകത്തോട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ അൽഫാമിൻ്റെ കൂടെ കിട്ടിയൊരു സാലഡുണ്ട്. അതിൽ നിന്ന് ഒരു സവാള എടുത്ത് അതിൻ്റെ മേളിൽ വെച്ച് പിന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള പെരി അൽഫാമിൽ നിന്ന് ഒരു പീസ് അടർത്തി നേരെ അതിൻ്റെ മേളിൽ വെക്കുക. കഴിഞ്ഞില്ല, ഇതിൻ്റെ മേളിലോട്ട് ഒരു ഫ്രഞ്ച് ഫ്രൈസും കൂടെ വെച്ചിട്ട് നേരെ ഒന്ന് റോൾ ചെയ്ത് നേരെ വായിലോട്ടാക്കി. സംഭവം കൊള്ളായിരുന്നു. പക്ഷേ അൽഫാമിൻ്റെ പെരി കുറച്ച് കൂടിപ്പോയി. പിന്നെ അതൊന്നും നടപ്പിക്കാൻ വേണ്ടി ഒരു ജ്യൂസ് കൂടെ ഓർഡർ ചെയ്ത് അതും കുടിച്ച് ഇന്നത്തെ ഫുഡ് അടി അവസാനിപ്പിച്ചു.